വാശിയല്ല ജീവിത ലക്ഷ്യങ്ങൾ തീരുമാനിക്കേണ്ടത്. തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ലക്ഷ്യബോധമാണ് അത് ചെയ്യേണ്ടത്. പുറകോട്ട് നീങ്ങാൻ തോന്നുമ്പോൾ ജീവിത അനുഭവങ്ങളുടെ വേഗത്തിൽ സഞ്ചരിച്ചാൽ മതിയാകും. മുന്നോട്ട് ഏറെ ദൂരം പോകുവാനുള്ള ഊർജം ലഭിക്കും. ജീവിതത്തിൽ വേദനിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. അവിടെ നാം അസ്വസ്ഥരാകരുത്. അനുഭവങ്ങൾ നമ്മെ കൂടുതൽ കരുത്തുറ്റവരാക്കും. കുറ്റപ്പെടുത്തലുകൾ നമ്മളെ കൂടുതൽ പ്രാപ്തരാക്കും. ചില സമയത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് സങ്കടങ്ങളെ ഉള്ളിലൊതുക്കി മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കുന്നത്. അമിതമായി പറഞ്ഞു പോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും. പക്ഷെ അത് കേട്ടയാളുടെ മനസ്സിന്റെ മുറിവുണങ്ങാൻ പ്രാപ്തമാകണമെന്നില്ല. ആരെങ്കിലും നിങ്ങളെ ചതിക്കുകയാണെങ്കിൽ ഓർമ്മിക്കുക, അത് അവരുടെ സ്വഭാവത്തിന്റെ പ്രതിഫലനം മാത്രമാണ്, നിങ്ങളുടേതല്ല. ആളുകളോട് ദയാലുവും നീതിയോടും കൂടി പെരുമാറുകയും അവരിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ അവർ എല്ലായ്പ്പോഴും നിങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കും. നമ്മെ നാം ആക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. 1000 തിരികൾ വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല. പങ്കുവെക്കപ്പെടുന്ന സ്നേഹവും അതുപോലെയാണ്. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പ്രകാശമായി വർദ്ധിക്കുക. ആത്മവിശ്വാസമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ നിങ്ങളിലെ വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങും. ഒരു മോശം കാര്യം കേൾക്കുന്നത് കുറഞ്ഞത് 5 നല്ല ഓർമ്മകളെയെങ്കിലും നശിപ്പിക്കും. മോശം ചിന്തകളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യം. നേടാൻ ഒരുപാടുള്ളപ്പോൾ നഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. ഇനി എന്ത് എന്ന ചോദ്യത്തെക്കാൾ ഇനിയും സാധിക്കുമെന്ന പ്രതീക്ഷയിലേക്ക് മനസ്സ് വളരട്ടെ. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല. ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷെ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. അതാണ് ജീവിതം. പരിഹസിച്ചവരുടെ മുന്നിൽ നേടുന്ന വിജയത്തെക്കാൾ മറ്റൊരു വലിയ പ്രതികാരമില്ല. മരക്കൊമ്പിൽ ഇരിക്കുന്ന പക്ഷി മരക്കൊമ്പ് പൊട്ടി വീഴുന്നതിനെ ഭയക്കുന്നില്ല. കാരണം പക്ഷി മരക്കൊമ്പിനെ അല്ല, തന്റെ ചിറകിനെയാണ് വിശ്വസിക്കുന്നത്. എപ്പോഴും ആത്മവിശ്വാസമുള്ളവരായിരിക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.